നമുക്ക് എലിപ്സോയിഡ് നോക്കാം. എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യം x=0 കൊടുക്കുന്നു. x=0 കൊടുത്താൽ എന്താ കിട്ടുക? y²/b² + z²/c² = 1 എന്ന് കിട്ടുന്നു. ഇത് നമുക്കറിയാം എലിപ്സാണ്. ഇത് YZ ആക്സിസിലാണ്, YZ പ്ലെയിനിലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് y=0 കൊടുക്കുന്നു. അപ്പോൾ x²/a² + z²/c² = 1 എന്ന് കിട്ടുന്നു. അതും ഒരു എലിപ്സാണ്. ഇത് XZ പ്ലെയിനിൽ കിടക്കുന്നു. പിന്നെ z=0 കൊടുക്കുന്നു. അപ്പം x²/a² + y²/b² = 1 എന്ന് കിട്ടുന്നു. അപ്പോഴും അതൊരു എലിപ്സാണ് ഇൻ XY പ്ലെയിൻ. അതിനുശേഷം നമ്മൾ z=z0 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ എടുക്കുന്നു. അതായത് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് YZ പ്ലെയിനിൽ ഒരു എലിപ്സ്, XZ പ്ലെയിനിൽ ഒരു എലിപ്സ്, XY പ്ലെയിനിൽ ഒരു എലിപ്സ്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനൊരു എലിപ്സ്, ഇങ്ങനൊരു എലിപ്സ്, ഇങ്ങനെ ഒരു എലിപ്സ്. ഇനി നമുക്ക് ഇപ്പം ഇവിടെ ബേസിൽ ഒരു എലിപ്സ് ഉണ്ട്. ഇനി ആ ഹൈറ്റിൽ പോകുമ്പോഴും ആ എലിപ്സ് തന്നെയാണോ കിട്ടുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എലിപ്സ് കിടക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു സെർട്ടൻ ഡിസ്റ്റൻസ് Z0 പോയി ഈ പോയിന്റിലെത്തി. Z0 എന്ന് പറയുന്ന പോയിന്റ്, അവിടെയുള്ള ആ XY പ്ലെയിന്, അതായത് XY പ്ലെയിനിനെ നമ്മൾ ഒരു Z0 ഹൈറ്റിലേക്ക് ഉയർത്തി. അപ്പോൾ അവിടെ വരുന്ന പ്ലെയിന്, ആ പ്ലെയിനിലുള്ള കട്ടിങ് എന്താണെന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? z=z0 കൊടുക്കുന്നു. z=z0 കൊടുത്താൽ x²/a² + y²/b² + z02/c² = 1 എന്ന് കിട്ടുന്നു. ഇതിൽ ഈ z02/c² മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് z02/c². ഈ 1 - z02/c² ഇതൊക്കെ നമ്പേഴ്സാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത ഒരു നമ്പറാണ് കിട്ടുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ആ നമ്പറിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് താഴത്തെ ഡിനോമിനേറ്ററിലേക്ക് വരുന്നു. ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ ഇത് a² × 1 - z02/c² + y²/b² × 1 - z02/c² = 1 എന്ന് കിട്ടുന്നു. ഇപ്പം ഇതും ഒരു എലിപ്സാണ്. അപ്പോൾ ഫുൾ എലിപ്സ്. അപ്പം ഇതിൻ്റെ മുകളിലെ ഒരു എലിപ്സ്, താഴെ എലിപ്സ്. അപ്പം നമ്മളെ ചിത്രം എലിപ്സോയിഡ് ആയിരിക്കും. ക്ലിയർ? അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലിപ്റ്റിക് പരാബ്ലോയിഡ്. എലിപ്റ്റിക് പരാബ്ലോയിഡിൽ ഇക്വേഷൻ ഇതാണ്. നമ്മൾ x-ന് 0 കൊടുക്കുന്നു. x-ന് 0 കൊടുക്കുമ്പോൾ പരാബോള കിട്ടുന്നു. y-ക്ക് 0 കൊടുക്കുന്നു, പരാബോള കിട്ടുന്നു. z-ന് 0 കൊടുക്കുമ്പോൾ 0, 0, 0 എന്ന് പറയുന്ന പോയിന്റ് കിട്ടുന്നു. z=z0 എടുക്കുന്നു. അപ്പോൾ x² + y² this കിട്ടുന്നു. ഇതിൽ z0/c എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ അത് താഴത്തെ ഡിനോമിനേറ്ററിൽ വരും. അതൊരു എലിപ്സാണ്. അപ്പോൾ അവിടെ 2 പരാബോള വരുന്നുണ്ട്, ഒരു പോയിന്റ് വരുന്നുണ്ട്, പിന്നെ എലിപ്സ് വരുന്നുണ്ട്. അതിനെ എലിപ്റ്റിക് പരാബോള എന്ന് പറയുന്നു. അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതായത് ഒരു പരാബോള ഇങ്ങനെ, വേറൊരു പരാബോള ഇങ്ങനെ, പിന്നെ ഈ പോയിന്റ് 0, 0, 0 എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ അതിനെ മൂടുന്ന ഒരു എലിപ്സ്. ഓക്കെ, അതിനെ എലിപ്റ്റിക് പരാബോള എന്ന് പറയുന്നു. ഇതിന് പകരം ഇവിടെ b² എന്നുള്ളിടത്തിൽ a² തന്നെ ആയാൽ അതിന് സർക്കുലർ പരാബ്ലോയിഡ് ഓർ പരാബോയിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയും. പിന്നെ എലിപ്റ്റിക് കോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലം വരുന്നതിൻ്റെ പിന്നെ ഒന്നും കൂടി ഉണ്ട്. ഹൈപ്പർബോളോയിഡ് പരാബ്ലോയിഡ് ഇതുവരെ ചെയ്തു. ഹൈപ്പർബോളോയിഡ് പരാബോളോയിഡ് ഇത് y² ഇതാണ്. x-ന് 0 കൊടുക്കുന്നു. x-ന് 0 കൊടുത്താൽ y²/b² = z/c. സോ z ഇങ്ങനെ കിട്ടും.
ഇതിൽ സെഡിന് ഡിഗ്രി 1 ആണ്, വൈക്ക് ഡിഗ്രി 2 ആണ്. അപ്പോൾ അത് പരാബോളയാണ്. പരാബോള ഇൻ ദി വൈസെഡ് പ്ലെയിൻ ആണ്. വൈക്ക് 0 കൊടുക്കുന്നു, അപ്പം ഇങ്ങനെ കിട്ടുന്നു. അതും ഒരു പരാബോളയാണ് ഇൻ എക്സെഡ് പ്ലെയിന്. അപ്പം 2 പരാബോള, അത് ഇത് ഒരു പരാബോള. അതായത് ഈ പരാബോള എന്ന് പറയുന്നത് ഒരു പരാബോള ഇത്, ഒരു പരാബോള ഇത്. ഈ പരാബോള 2 പരാബോള കിട്ടി. പിന്നെ ചെയ്യുന്നത് സെഡിന് സി ഇട്ട് കൊടുക്കുക. സെഡിന് സി ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് y²/b² മൈനസ് x²/a² ഈക്വൽ ടു c/c എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. സോ ദിസ് ഈസ് എ ഹൈപ്പർബോള. ഹൈപ്പർബോള വൈയിലാണ് അതിൻ്റെ സിമെട്രി വരേണ്ടത്. അപ്പം ഇതാണ് വൈ ആക്സിസ്. അപ്പം വൈ ആക്സിസിൽ സിമെട്രി വരുന്ന സമയത്ത് ഇത് വരുന്നത് ഇങ്ങനെ ഒരു പരാബോള, ഇങ്ങനെയും വരും. ഇവിടെ എവിടെയോ ഒന്നുണ്ട്, ഇതാണോ പാർട്ട് ഓഫ് ദി പരാബോള x² പാർട്ട് ഓഫ് ദി പരാബോള y² ഇത് ഇങ്ങനെയും ഇതും സ്ക്വയർ. അങ്ങനെ ഒരു പരാബോള ഹൈപ്പർബോള കിട്ടും. പിന്നെ നമുക്ക് സെഡ് ഈക്വൽ ടു -c എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ പരാബോള ആയിരിക്കും. ഈ പരാബോളയല്ല, സോറി, ഹൈപ്പർബോള. ഇങ്ങനൊരു ഹൈപ്പർബോള കിട്ടും. പിന്നെ സെഡ് ഈക്വൽ ടു 0 കൊടുത്താൽ എന്താ വരിക? സെഡ് ഈക്വൽ ടു 0 കൊടുത്താൽ y²/b² മൈനസ് x²/a² ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് സാറ്റിസ്ഫൈ ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ xy 0. അപ്പം 0 0 0 എന്ന് പറയുന്നത് ഈ സെൻറ്ററും വരും. ഈ പോയിന്റ് കിട്ടും. ഇതിൽ ഹൈപ്പർബോളയുണ്ട്, പരാബോളയുണ്ട്. ഇതിൻ്റെ പേര് ഹൈപ്പർബോളോയിക് പരാബോളായിരുന്നു. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഇങ്ങനെ എക്സിന് 0 വൈക്ക് 0 സെഡിന് 0 സെഡിന് സി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മനസ്സിലാക്കണ ഏതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കുക, വൈൻ്റെ സ്ക്വയർ ബൈ b² മൈനസ് എക്സിൻ്റെ സ്ക്വയർ ബൈ a² ഈക്വൽ ടു z/c. അപ്പോൾ സെഡിൽ പവർ 1 ആണ്, ഇതിൽ പവർ 2 ആണ്. എക്സിൻ്റെ മുന്നേ നെഗറ്റീവ് ഉണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടാൽ ഹൈപ്പർബോളോയിക് പരാബോളോയിഡ് ആണെന്ന് ഓർമ്മിക്കണം. എന്നാലേ കാര്യമുള്ളൂ, എന്നാലേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇവിടെ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസിൽ താഴെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 12 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നിന്ന് ഇത് ഓരോന്ന് ഏത് ചിത്രമാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്ന്, ഈ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ x² + y² + 4z² ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ നോക്കണം x 0 കൊടുത്താൽ എന്ത് കിട്ടും. x 0 കൊടുത്താൽ y² + 4z² ഈക്വൽ ടു 10. ഇതിന് 10നെ താഴേക്ക് കൊണ്ടുവന്നാൽ ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ദിസ് ഈസ് എ എലിപ്സ് ഇൻ വൈസെഡ് പ്ലെയിൻ. പിന്നെ വൈക്ക് 0 കൊടുത്താൽ x² + 4z² ഈക്വൽ ടു 10. ദിസ് ഈസ് അഗെയിൻ ആൻ എലിപ്സ് ഇൻ എക്സെഡ് പ്ലെയിൻ. പിന്നെ സെഡിന് 0 കൊടുത്താൽ x² + y² ഈക്വൽ ടു 10. അപ്പോൾ സർക്കിൾ വരും. അപ്പം ഒരു സർക്കിൾ ഉണ്ട്, 2 എലിപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ് ചിത്രം എന്നുള്ളത് കിട്ടണം. ഇപ്പോൾ ഏതാണ് ചിത്രം എന്നുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് വരിക x² + y² ഈക്വൽ ടു 10.
അപ്പം 2 എലിപ്സും ഒരു സർക്കിളും വരുന്ന ചിത്രം ഏതാണെന്ന് നോക്കുക. എ അല്ല, ബി അല്ല, സി അല്ല, ഡി അല്ല, ഇതൊക്കെ പരാബോളയാണ് വരുന്നത്. എലിപ്സ്, പിന്നെ വരുന്ന ചിത്രം ഇതല്ല, ഇതല്ല. ഇതിലൊക്കെ ഹൈപ്പർബോളാസ് വരുന്നുണ്ട്, ഇതിലെല്ലാം കോണ് വരുന്നുണ്ട്, ഇതിൽ പരാബോള വരുന്നുണ്ട്. ഈ 2 സിയും ഡിയും ആണ് എലിപ്സ് വരുന്നത്. 3 എലിപ്സ്. ഈ 3 എലിപ്സിൽ ഇതിൽ ഏതാണ് ചിത്രം എന്ന് അറിയണം. ഒന്ന് സർക്കിളാണ്. അപ്പം ഈ ഡി ആവാനാണ് സാധ്യത. നോക്കാം, നമുക്ക് സീൻ്റെ കാണുമ്പോൾ മനസ്സിലാവും. അടുത്തത് z² + 4y² - 4x² = 4. അതിൽ ഇതുപോലെ നിങ്ങൾ എക്സിന് 0, വൈക്ക് അങ്ങനെ ഓരോന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ അതിൽ എക്സിന് 0 കൊടുത്താൽ z² + 4y² = 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻ എലിപ്സ്. പിന്നെ വൈക്ക് 0 കൊടുത്താൽ z² - 4x² = 4. ദാറ്റ് ഈസ് എ ഹൈപ്പർബോള. പിന്നെ സെഡിന് 0 കൊടുത്താൽ 4y² - 4x² = 4. ദാറ്റ് ഈസ് എ ഹൈപ്പർബോള. അപ്പോൾ 2 ഹൈപ്പർബോളയും വരുന്നുണ്ട്, ഒരു എലിപ്സും വരുന്നുണ്ട്. അപ്പം അതേതാന്ന് നോക്കുക. ഹൈപ്പർബോളയും എലിപ്സും. എല്ലാം നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും എക്സിനും വൈക്കും സെഡിനും എന്താണ് കിട്ടുന്നത് നോക്കുക. എന്നിട്ട് അത് ഏതാണ് കർവ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എല്ലാം എഴുതിയതിന് ശേഷം ഈ ചിത്രം കമ്പയർ ചെയ്താൽ മതി. എന്നാലേ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ. 9y² + z² = 16. അത് കണ്ടാൽ തന്നെ അറിയില്ലേ. 9y² + z² = 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 3 എണ്ണം വരുന്നില്ല, 2 വേരിയബിൾസേ വരുന്നുള്ളൂ. 2 വേരിയബിൾസേ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അത് സിലിണ്ടർ ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. കാരണം അതൊരു പ്ലെയിനിൽ ഒരു ചിത്രം വരും, അതായത് 2 ഡയമെൻഷനിൽ ഒരു ചിത്രം വരും. കാരണം 2 വേരിയബിളേ ഉള്ളൂ. എന്നിട്ട് ആ ചിത്രത്തിൻ്റെ മുകളിലേക്ക് പൊന്തിക്കുന്നതായിരിക്കും. അപ്പോൾ അത് സിലിണ്ടർ ആയിരിക്കും. സിലിണ്ടർ ആകുമ്പം ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എലിപ്സ് ആണത്. എലിപ്സ് ആയതുകൊണ്ട് എലിപ്റ്റിക് സിലിണ്ടർ ആയിരിക്കും. എലിപ്റ്റിക് സിലിണ്ടർ ആണെങ്കിൽ ഏത് പ്ലെയിനിലാണ് ഇത് വരുന്നത്? YZ പ്ലെയിനിലാണ്. 9y² + z² y16 = 1. അപ്പം YZ പ്ലെയിനിലാണ് എലിപ്സ് കിടക്കുന്നത്. YZ പ്ലെയിനിൽ എലിപ്സ് കിടക്കുന്ന ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാ വരിക? സിലിണ്ടർ AB സിലിണ്ടറാണ്, വേറെ ഒന്നും സിലിണ്ടർ അല്ല. അപ്പം അതിൽ 2 ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ അതുപോലത്തെ വേറെ ഏതാ ഒന്നും കൂടി ഉള്ളത്? 7ാമത്തെ ക്വസ്റ്റ്യൻ. x² + 2z² = y. ദാറ്റ് ഈസ് x² / 8 + z² / 4 = 1. ഇത് XZ പ്ലെയിനിലുള്ള സിലിണ്ടറാണ്. അപ്പം XZ പ്ലെയിനിലാണ് ആ എലിപ്സ് ഉണ്ടാവുക. എന്നിട്ട് ആ എലിപ്സിനെ മുകളിലേക്ക് വലിക്കുക ചെയ്യുക. അപ്പോൾ XZ പ്ലെയിനിലുള്ള എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാണ് A ആണ് XZ പ്ലെയിനിലുള്ള എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ല, YZ പ്ലെയിനിലുള്ള എലിപ്സ് എന്ന് പറഞ്ഞാൽ
സെഡ് പ്ലെയിനിലുള്ള എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം മൂന്നാമത്തേൻ്റെ ആൻസർ എ ആണ്, അതായത് വൈസെഡ് പ്ലെയിനിലുള്ള എലിപ്സ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എക്സെഡ് പ്ലെയിനിലുള്ള എലിപ്സ് ആണ്. എക്സെഡ് പ്ലെയിനിലുള്ള എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത്. അപ്പം അത് ബി ആണ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.